നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ അപൂർണമായിട്ടുള്ള പദ്ധതികൾ സമർപ്പിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. ഒരുപക്ഷെ 6 മാസത്തിന് ശേഷമാണെങ്കിൽ അതിന്റെ പൂർണ്ണ രൂപത്തിലാണ് എന്ന് വരികിൽ അത് സമർപ്പിക്കുന്നതിൽ അനുകൂലമായിട്ടുള്ള വിജയവും അതിനുശേഷം ഉദ്യോഗത്തിലെ സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശവും ജനഹിതവും മനസ്സിലാക്കി മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം എല്ലാ കാര്യങ്ങളിലും വിമുഖതയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യത കാണുന്നതുമുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ദേഹസംരക്ഷണത്തിന്റെ ഭാഗമായിട്ടും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്താലും ദുശീലങ്ങൾ ഉപേക്ഷിച്ച് സദ്ശീലങ്ങൾ സ്വീകരിക്കുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാനും തയ്യാറാകുവാനിടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനും ഒരുപക്ഷെ പാഴ്ചെലവുകളെല്ലാം ഒഴിവാക്കി പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണ സംവിധാനം അവലംബിക്കുവാനും യോഗമുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാനും വരുന്ന വർഷം 2025 ആദ്യത്തിൽ വാങ്ങിക്കുക എന്ന സങ്കല്പത്തിന് പ്രാമുഖ്യം നൽകുവാനും സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഔദ്യോഗികമായിട്ടുള്ള മേഖലയിലെ സമ്മർദ്ദവും അധികാരപരിധിയും വർദ്ധിക്കുവാനിടയുണ്ട്. എന്നാൽ എല്ലാം തന്നെ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിനാൽ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അതെല്ലാം തന്നെ ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നതുമാണ്. അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുവാനിടവരുമെങ്കിൽ പോലും സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഉദര ഹൃദ്നാഡീ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും ഇതരമായിട്ടുള്ള ചികിത്സാ രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും യോഗം കാണുന്നുണ്ട്. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കാം എന്ന ധാരണയുണ്ടാകുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള സമാഹരണത്തിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തത് കൊണ്ട് ഈ ഒരു ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളും മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ ഉദ്യോഗത്തിന് പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടോ തൽക്കാലത്തേക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് സാധാരണഗതിയിൽ ഉത്തേജന മരുന്നുകളെ കൊണ്ട് പലപ്പോഴും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ സാധിക്കാത്തതിനാൽ ഈ മരുന്നുകളെല്ലാം ഒഴിവാക്കി പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഭാരതീയ ശാസ്ത്രശാഖകളോട് ബന്ധപ്പെട്ടതായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അതൊക്കെ അബദ്ധമായി തീരുവാനാണ് സാധ്യത കാണുന്നത്. പലപ്പോഴും ചെയ്തു വരുന്ന പല കാര്യങ്ങളും സ്വന്തം നിലയിൽ അത്ര തന്നെ നേട്ടമൊന്നും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള സമീപനം സർവ്വ ആദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. താങ്ങും തണലുമായി നിന്നിരുന്ന ബന്ധുജനങ്ങളുടെ അകാല വിയോഗം മനോവിഷമത്തിന് വഴിയൊരുക്കുവാനിടവരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടവരും. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ സാധിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് സ്വയമേവ ആർജിക്കുവാനായിട്ട് ചില കാര്യങ്ങളിലെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ഭൂമിക്രയ വിക്രയങ്ങളിൽ
അനുകൂലമായുള്ള വിജയവും സാമ്പത്തികമായുള്ള നേട്ടവും ഉണ്ടാകും. സ്വന്തം ജീവിതത്തിന്റെ അപാകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കാനുള്ള തയ്യാറാകുന്നതിനും പരിമിതികൾക്ക് അനുസരിച്ച് ജീവിതത്തെ നയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ചില ജോലിക്കാർക്ക് ചിലർക്ക് പരിശീലനം നൽകുവാനും ചിലരെ മാറ്റി മറ്റൊരു തസ്തികയിലേക്ക് മാറ്റുവാനും സാധ്യത കാണുന്നുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാൻ സാധ്യത കാണുന്നു. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ഈ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. എന്നാൽ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് 6 മാസത്തേക്ക് ദൂരദേശവാസം വേണ്ടി വരുവാനും യോഗമുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. കഴിഞ്ഞ 2-3 മാസമായിട്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും ഒരുപക്ഷെ ആധുനിക പ്രചരണ രീതികളെ കൊണ്ട് നേട്ടമുണ്ടാകുകയും അന്വേഷണം അവസരങ്ങളൊക്കെ ധാരാളം വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനും അതാത് തസ്തികകളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് സെപ്റ്റംബർ ആദ്യ പകുതിയിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന പലർക്കും സെപ്റ്റംബർ മാസത്തോടുകൂടി ഓണാഘോഷത്തിന് ജന്മനാട്ടിൽ എത്തിച്ചേരുവാനായിട്ട് വേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പിന് സാധ്യത കാണുന്നു. ആധുനിക കൃഷി രീതികളെ കൊണ്ട് കാർഷികമായിട്ടുള്ള മേഖലകളിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് നടക്കുന്ന വിളവെടുപ്പ് അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉദ്ദേശിച്ച വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ, അതായത് തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുവാനിടയുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി നിലവിലുള്ള ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് താമസിക്കുന്നതിന്റെ സമീപത്തുള്ള ഗൃഹം വാടകയ്ക്ക് എടുക്കുവാനുള്ള തീരുമാനത്തിന് യോഗം കാണുന്നു. നിയുക്ത പദവിയിൽ നിന്നും മറ്റൊരു വിഭാഗത്തിൽ ഉന്നത പദവിയോടുകൂടിയതായിട്ടുള്ള ഒരു ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ പോലും സാധ്യതയുണ്ട്. ഒരുപക്ഷെ സായാഹ്ന വേളകളിലുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികളായിരിക്കാം. 3 മാസത്തെ ഒരു പാഠ്യപദ്ധതിക്ക് ചേരുന്നത് ഏത് പ്രകാരത്തിലും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ട് മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ സ്വല്പം വിമ്മിഷ്ടം, സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ പ്രകൃതി ഭക്ഷണ രീതികളെ കൊണ്ടെല്ലാം തന്നെ ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനും യോഗമുണ്ട്. ഉന്നതരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്ക് സജീവമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് വളരെ ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസത്തിന് അനുമതിക്ക് അപേക്ഷകൾ നൽകിയതിൽ അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വാഹന ഉപയോഗത്തിൽ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രായാധിക്യമുള്ളവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ചികിത്സ ഫലിക്കുന്നത് വഴി
ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഒരുപക്ഷെ ആഗസ്റ്റ് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടത് സെപ്റ്റംബർ പകുതിക്ക് ഉള്ളിലെ തീർക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മേലധികാരികളുടെ അനുമതിയോടുകൂടി അതിലൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്നു ചേരും. യാതൊരു കാരണവുമില്ലാതെ ബന്ധുജനങ്ങളിൽ നിന്നും അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാൻ ഇടവരുമെങ്കിൽ പോലും പ്രതികരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക. കർമ്മമണ്ഡലങ്ങളിൽ പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിന് ഭാഗമായിട്ട് അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുന്നത് വഴി ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ ഒരു അവസരം വന്നു ചേരുവാനിടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ സങ്കീർണമായുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിത്തീരും. ആത്മവിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വല്പം കൂടുതൽ പ്രയത്നം രണ്ടാമത്തെ പകുതിയിൽ വേണ്ടി വരുമെങ്കിൽ പോലും അതെല്ലാം തന്നെ ഗുണകരമായുള്ള സാഹചര്യങ്ങൾക്കാണ് വഴിയൊരുക്കുവാൻ ഇടയുള്ളത്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിട വരും. കുടുംബത്തിലെ സമാധാനാന്തരീക്ഷം സംജാതമാകും. ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായി വിരോധികളായിരുന്ന പലരും അവരുടെ സ്വാർത്ഥ താല്പര്യ സാധ്യതരാണെങ്കിൽ പോലും ലോക്യം കൂടുവാൻ അവസരം വന്നു ചേരും. ഈ ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതും അനുസരിക്കുന്നതും ഗുണകരമായി തീരും എന്നുകൂടിയാണ് ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.